മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും സവിശേഷമായി ധ്യാനിക്കുന്ന പീഡാനുഭവ വെള്ളിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. പ്രഭാഷകൻ്റെ പുസ്തകം 11:28 നമ്മളിങ്ങനെ വായിക്കും: മരിക്കുന്നതിന് മുൻപ് ആരെയും ഭാഗ്യവാനെന്ന് വിശേഷിപ്പിക്കരുത്, മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത്. ലോകചരിത്രം ഒരുപാട് മരണങ്ങളെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മനുഷ്യചരിത്രം കാണാത്ത വിധം ധീരോദാത്തവും ദീപ്തവും മനുഷ്യനെ പ്രചോദിപ്പിച്ചിട്ടുള്ളതുമായ മരണമേതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നസ്രായനായ യേശുവിൻ്റെ മരണമെന്നുള്ളതായിരിക്കും. കാരണം അവൻ മരണത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 10:18 അവൻ്റെ പീഡാനുഭവങ്ങളുടെ ഒക്കെയും ആമുഖമായിട്ട് നിൽക്കാവുന്നൊരു വാചകം ഈശോ പറയുന്നുണ്ട്: തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ധീരോദാത്തമായ സ്വയം സമർപ്പണമായിരുന്നു മിശിഹായുടെ പീഡാസഹനവും മരണവുമെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ മരണത്തിൻ്റെ സൗന്ദര്യം കുരിശിൽ നമ്മൾക്ക് ഏറ്റവും മനോഹരമായി വെളിപ്പെട്ട് കിട്ടുന്നത്. യേശുവിൻ്റെ ജീവിതവും അവൻ്റെ വാക്കും പ്രവൃത്തികളും അവൻ്റെ ദൈവികതയുടെ വെളിപാടായിരുന്നത് എങ്ങനെയോ അതുപോലെ തന്നെ അവൻ്റെ ദൈവികതയുടെ ഏറ്റവും മനോഹരമായ വെളിപ്പെടുത്തലായിരുന്നു, ദൈവശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു അവിടുത്തെ പീഡാനുസഹനങ്ങളും മരണനിമിഷങ്ങളും. പീഡാനുഭവ രംഗങ്ങളിലെ യേശു, മരണസമയത്തെ യേശു ആരായിരുന്നു? അവൻ ഭീരുവോ മറ്റാരുടെയെങ്കിലും നിർബന്ധം മൂലം സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന നിസ്സഹായനോ ആയിരുന്നില്ല. മറിച്ച് അവനൊരു രാജാവിനെ പോലെ ശക്തനും ധീരനുമായിരുന്നു. അവൻ സഹനത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ളവനായിരുന്നു. അവൻ സഹനങ്ങൾക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്തവനായിരുന്നു. അതുകൊണ്ട് തന്നെ മിശിഹായുടെ പീഡയും മരണവുമെല്ലാം എല്ലാ കാലത്തെയും സഹിക്കുന്ന മനുഷ്യൻ്റെ പാഠപുസ്തകമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊരു പീഡാനുഭവ വെള്ളിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കുരിശിനെയും ക്രൂശിതനെയും ധ്യാനിക്കുമ്പോൾ, ആ ധ്യാനം അനുദിന ജീവിതത്തിലെ നമ്മുടെ ചെറുതും വലുതുമായ സഹനങ്ങളെ മറികടക്കാനും അതിൻ്റെ അർത്ഥം കണ്ടെത്താനും നിശ്ചയമായും നമ്മെ പ്രേരിപ്പിക്കാനും മാത്രം ദീപ്തമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറ മിശിഹായുടെ ഉത്ഥാനമാണെന്ന് നമ്മൾ വിശ്വസിച്ചേറ്റു പറയുമ്പോഴും ഇന്നും സാധാരണ മനുഷ്യന് ജീവിതത്തിൻ്റെ ആകുലതകളിലും നിറമില്ലാത്ത അവസ്ഥകളിലും ഒക്കെ കഴിയുന്ന മനുഷ്യർക്ക് എന്തുകൊണ്ടായിരിക്കും ക്രൂശിതനും ക്രൂശിത രൂപവും ഒക്കെ അത്രമേൽ പ്രിയതരമായിരിക്കുന്നത്? കാരണം ക്രൂശിതൻ്റെ സഹന നിമിഷങ്ങളിലും അവൻ്റെ പാടുപീഡകളിലും തങ്ങളുടെ ജീവിതത്തിൻ്റെയും ദുഃഖങ്ങളുടെയും പരിച്ഛേദത്തെ വായിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് ക്രൂശിതൻ ഇന്നും പഴമ മണക്കാത്ത ഒരു മാതൃകയായിട്ട് മനുഷ്യഹൃദയങ്ങളിൽ നിലകൊള്ളുക തന്നെ ചെയ്യുന്നത്. ഈ പീഡാനുഭവ വെള്ളി നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, നമ്മുടെ സഹനങ്ങളുടെ ആഴങ്ങളിലും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ, സഹന നിമിഷങ്ങളിൽ ദൈവപുത്രനെ പോലെ സ്വയം സമർപ്പണത്തിലൂടെ അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. പീഡാനുഭവ വെള്ളിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ പീഡാനുഭവ യാത്രയുടെ തുടക്കം സുവിശേഷകന്മാർ വിവരിക്കുന്നതനുസരിച്ച് അന്ത്യത്താഴ മേശയിൽ നിന്ന് സ്തോത്രഗീതം ആലപിച്ച ശേഷം ഈശോയും ശിഷ്യന്മാരും പോകുന്നത് ഒരു തോട്ടത്തിലേക്കാണ്. സമാന്തര സുവിശേഷകന്മാർ ആ തോട്ടത്തിന് ഗത്സമനി എന്ന് പേര് പറയുന്നു. എണ്ണയാട്ടുന്ന ചക്ക് ഉള്ള സ്ഥലമെന്നാണ് ഗത്സമനി എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ സുവിശേഷകനായ യോഹന്നാൻ ചിരപരിചിതമായ ആ സ്ഥലത്തിന് വെറുതെ ഒരു തോട്ടമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വലിയ ദൈവശാസ്ത്ര അർത്ഥത്തോടുകൂടിയാണ് ഈ രക്ഷാകര പീഡാനുഭവ യാത്രയുടെ തുടക്കം ഒരു തോട്ടത്തിൽ നിന്നായിട്ട് ഈ സുവിശേഷകന്മാർ ചിത്രീകരിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യകുലത്തിൻ്റെ പതനത്തിൻ്റെ തുടക്കം എവിടെയായിരുന്നു? അതും ഒരു തോട്ടത്തിൽ നിന്നായിരുന്നു. പറുദീസ എന്ന ആ തോട്ടത്തിൽ നിന്നാണ് മനുഷ്യകുലത്തിൻ്റെ പതനം തുടങ്ങുന്നതെങ്കിൽ ആ പതനത്തിൻ്റെയും പരാജയത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെ ചരിത്രം ദൈവം ആരംഭിക്കുന്നത് മറ്റൊരു തോട്ടത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ പറുദീസയിൽ മനുഷ്യകുലത്തിന് സംഭവിച്ചതിൻ്റെ ഒക്കെയും
തിരിച്ചു നടപ്പും പരിഹാരവുമാണ് ഗത്സമനിയിൽ സംഭവിക്കുന്നത്. തോട്ടങ്ങൾ പറുദീസയും ഗത്സമനിയും ആവട്ടെ, അതൊരു സംഘർഷത്തിൻ്റെ ഭൂമികകളായിരുന്നു. പറുദീസയിലെ സംഘർഷം ദൈവഹിതവും മനുഷ്യഹിതവും തമ്മിലായിരുന്നു. മനുഷ്യൻ അമർത്യത മോഹിച്ച് ദൈവഹിതത്തെ പരാജയപ്പെടുത്തിയ ഇടമായിരുന്നു പറുദീസ. ഗത്സമനിയോ ദൈവം മർത്യത തിരഞ്ഞെടുക്കുകയും അങ്ങനെ ദൈവഹിതത്തിന് മനുഷ്യഹിതം സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പണം നടത്തുന്ന ഇടമായിരുന്നു. ആ സമർപ്പണത്തിൻ്റെ പരകോടിയാണ് കുരിശിൽ തലചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് മുൻപ് നസറായനായ യേശു പറയുന്നത്, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഗത്സമനി എന്ന തോട്ടം ഒരു പരിഹാരത്തിൻ്റെ വേദിയാവുന്നത് എങ്ങനെയാണ്? ഉപാധികളില്ലാതെ ദൈവഹിതത്തിന് സമ്പൂർണമായിട്ട് മനുഷ്യൻ വിധേയപ്പെടുന്നതിൻ്റെ മാതൃക നൽകുന്നതിലൂടെയാണ്. ആ സ്വയം സമർപ്പണത്തിലാണ്, ദൈവഹിതത്തിന് നടത്തുന്ന ആത്മസമർപ്പണത്തിലാണ് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഗത്സമനിയുടെ അനുഭവം ദൈവപുത്രൻ്റെ ജീവിതത്തിൽ മാത്രമുള്ളതല്ല. ഓരോ വിശ്വാസിയും അനുദിന ജീവിതത്തിൽ സംഘർഷങ്ങളുടെ ഗത്സമനിയിലൂടെ കടന്നു പോകുന്നുണ്ട്. നിരന്തരം ദൈവഹിതവും നമ്മുടെ ഇഷ്ടങ്ങളും തമ്മിൽ സംഘർഷങ്ങളിലൂടെ, ഏറ്റുമുട്ടലിലൂടെ കടന്നു പോകുന്നു. പലപ്പോഴും നമ്മൾ ദൈവഹിതത്തെ മറികടക്കാനുള്ള ശ്രമങ്ങൾ, നമ്മുടേതായിട്ടുള്ള സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, നമ്മുടെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ദൈവഹിതത്തെ മറികടക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഗത്സമനി തരുന്ന ഏറ്റവും മനോഹരമായ പാഠം ഈ പീഡാനുഭവ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്, വീണ്ടെടുപ്പിൻ്റെയും തിരിച്ചു നടപ്പിൻ്റെയും കൃപയുടെയും പുതിയ കാലം ആരംഭിക്കുന്നത് നമ്മൾ എന്നാണോ ദൈവഹിതത്തിന് തർക്കങ്ങളില്ലാതെ, ചോദ്യങ്ങളില്ലാതെ സ്വയം സമർപ്പിക്കാനുള്ള മനസ്സു കാണിക്കുന്നത്. അപ്പോഴാണ് ജീവിതം കൃപയുള്ളതായിട്ട് മാറുന്നതും അത് വീണ്ടെടുക്കപ്പെടുന്നതും എന്നുള്ള സുന്ദരമായ ഒരു സന്ദേശമാണ്. യേശുവിൻ്റെ ഈ പീഡാനുഭവ യാത്രയിൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കാണും. അതിലാദ്യം വായിക്കുന്ന, സുവിശേഷം വായിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നസറായന യേശുവിൻ്റെ കുരിശുമരണത്തിന് ഒരുപക്ഷെ അവന് മരണം ഉറപ്പാക്കാൻ വേണ്ടി വ്യഗ്രതയോടെ നിൽക്കുന്ന ഒരു യഹൂദ മത സാമൂഹിക നേതൃത്വമുണ്ട്. അവരെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ യേശുവിനെയും കൊണ്ട് ഈ പീലാത്തോസ് താമസിച്ചിരുന്ന പ്രത്തോറിയം എന്ന് പറയുന്ന കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. റോമൻ ഗവർണർ പെസഹ കാലത്ത് വന്ന് താമസിച്ചിരുന്ന അന്തോണിയാനം എന്ന് പറയുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ അടുത്തുള്ള കോട്ടയെയാണ് പ്രത്തോറിയം എന്ന് സുവിശേഷകന്മാർ വിശേഷിപ്പിക്കുന്നത്. സുവിശേഷകൻ യോഹന്നാൻ പറയുകയാണ്, അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് അവർ പ്രത്തോറിയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചില്ല. റോമൻ ഗവർണറുടെ, വിജാതീയനായ റോമൻ ഗവർണറുടെ ഭവനത്തിൽ എന്തായിരിക്കും യഹൂദരെ അശുദ്ധരാക്കുന്ന വസ്തു ഉണ്ടാവുക ആ രാത്രിയിൽ? യഹൂദർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും പെസഹ തിരുനാളിൻ്റെയും ആചരണത്തിൻ്റെ ഒരുക്ക ദിവസങ്ങളിലാണ്, നീസാൻ മാസം 13-ാം തീയതി അവരുടെയൊക്കെ ഭവനങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങായിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനൊരുക്കമായി വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ്. അതിനുശേഷം ഏതെങ്കിലും വീട്ടിൽ പുളിമാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് പെസഹ തിരുനാളിനും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്നതിനും ഏറ്റവും വലിയ തടസ്സമായിട്ട് അവർ കാണുകയാണ്. അപ്പോൾ അവർ ഭയപ്പെട്ടത്, പ്രത്തോറിയത്തിൽ പ്രവേശിക്കുന്നതിന് ഭയപ്പെട്ടത് റോമൻ ഗവർണറുടെ ഭവനത്തിലുണ്ടാവുന്ന, താമസ സ്ഥലത്തുണ്ടാവുന്ന പുളിമാവിൻ്റെ സാന്നിധ്യത്തെയാണ്. ആത്മീയതയിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യത്തെ നമ്മൾ ധ്യാനിക്കണം. ലോകം കണ്ട ഏറ്റവും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ, ജീവിച്ച കാലം അത്രയും വാക്കും പ്രവൃത്തിയും കൊണ്ട് ഏറ്റവും സൗമ്യനും ശാന്തനും നന്മ മാത്രം ചെയ്യുന്നവനുമായി കടന്നുപോയ ഒരുവനെ കൊലക്കേൽപ്പിച്ചു കൊടുക്കാനും അവന് മരണശിക്ഷ ഉറപ്പാക്കാനും ഒരു നിഷ്കളങ്ക രക്തം ചിന്താനും മടിയില്ലാത്ത മനുഷ്യർ ഭയപ്പെടുന്നത് ആത്മീയതയുടെ അനുഷ്ഠാന വിധികളിലെ പുളിമാവെന്ന് പറയുന്ന നിസ്സാരമായ ഒരു വസ്തുവിൻ്റെ സാന്നിധ്യത്തെയാണ്. ഇന്നും ആത്മീയത ഇങ്ങനെയൊക്കെ തന്നെ വഴിമാറിപ്പോകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. പീഡാനുഭവ ആഴ്ച നമ്മുടെ ആത്മീയതയിലെ പ്രകടനപരതകളെക്കുറിച്ച് തിരിച്ചറിയാനും അനുദപിക്കാനും ക്രൂശിതൻ്റെത് കണക്ക് ആഴമുള്ള ഒരാത്മീയതയെക്കുറിച്ച് അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള സമയമാണ്. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കാണുന്ന മറ്റൊരു കൂട്ടം കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് നസറായന യേശുവിൽ റോമാ സാമ്രാജ്യത്തിനെതിരെ കലാപമുയർത്തിയ ഒരു ക്രിമിനൽ എന്നതിലപ്പുറം മറ്റാരെയും കാണാൻ പറ്റാതെ പോയ,
അതുകൊണ്ട് തന്നെ യഹൂദ നേതൃത്വം ആരോപിച്ച കുറ്റങ്ങൾക്കപ്പുറം ഒരു നന്മയും കാണാൻ പറ്റാതെ പോയ പട്ടാളക്കാരാണ്. അവർ അവൻ്റെ മേൽ തുപ്പുകയും അവനെ അടിക്കുകയും അവനെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിലാപയാത്രയിൽ കുരിശിൻ്റെ ചുവട്ടിലോളം അവൻ്റെ കൂടെയുണ്ട്. ഈ പട്ടാളക്കാർ ചെയ്തൊരു പ്രവൃത്തി പീഡാനുഭവ വെള്ളിയാഴ്ച ശരിക്ക് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രൂശിതനെ എൻ്റെ കുരിശിൻ്റെ താഴെ അവനെ ക്രൂശിച്ച് കഴിഞ്ഞ് ചെയ്ത ഒരു കാര്യമാണ്. സുവിശേഷന്മാർ പറയും, അവർ കൂട്ടം കൂടിയിരുന്ന് അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുത്തു. അവൻ്റെ മേലങ്കി തുന്നൽ കൂടാതെ നെയ്യപ്പെട്ട അത്രമേൽ അമൂല്യമാണെന്ന് കണ്ടതുകൊണ്ട് അവർ അത് ആർക്ക് ലഭിക്കണമെന്ന് നറുക്കിട്ട് തീരുമാനിക്കാൻ ശ്രമിച്ചു. ക്രൂശിതൻ്റെ വസ്ത്രങ്ങളിലായിരുന്നു ഈ മനുഷ്യരുടെ കണ്ണുകൾ. എന്നാൽ ഈ വസ്ത്രത്തെക്കാൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിനേക്കാളും ശ്രേഷ്ഠവും വിലപിടിച്ചതുമായത് കൺമുമ്പിൽ ഇങ്ങനെ ഉണ്ടായിട്ടും അവരൊരിക്കലും ക്രൂശിതനിലേക്ക് നോക്കാനോ അവൻ തരുന്ന രക്ഷയെ അനുഭവിക്കാനോ പറ്റാത്ത വിധം ഹതഭാഗ്യരായ മനുഷ്യരായിരുന്നു. ഒരിക്കലും കുരിശിലേക്ക് കൃപയോടെ, സ്നേഹത്തോടെ, ശരണത്തോടെ നോക്കാൻ പറ്റാതെ പോകുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതിനിധികളാണ് ഈ കുരിശിൻ ചുവട്ടിലിരുന്ന് ക്രൂശിതൻ്റെ വസ്ത്രങ്ങൾ വിഭജിച്ചെടുക്കുന്ന പട്ടാളക്കാർ. ക്രൂശിതൻ്റെ കൃപകളെ ഒരിക്കൽ പോലും കാണാൻ പറ്റാതെ ഒരു പീഡാനുഭവ ആഴ്ച കടന്നു പോകുന്നെന്ന് പറയുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. നമ്മൾ ഈ പട്ടാളക്കാരെ പോലെ കുരിശിലേക്ക് നോക്കാൻ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കാണുന്ന ആളുകളും അവിടെ സംഭവിച്ച കാര്യങ്ങളും കഴിഞ്ഞുപോയ ഗതകാലത്തിൻ്റെ ഓർമ്മകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും പരിസരങ്ങളിലും ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആത്മീയതയിൽ ഇന്നും നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പീഡാനുഭവ വെള്ളിയുടെ ധ്യാനം നമ്മളെ കുറേം കൂടി ആത്മീയതയെ കൃപയുടെ നിറവുള്ളതാക്കി മാറ്റാനും തക്കവിധം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ സ്പർശിക്കുന്നതാവുമ്പോഴാണ് ഈ ആചരണത്തിന് ഒരു അർത്ഥമുണ്ടാവുന്നതും അത് നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കി ദൈവസ്നേഹത്തിന് അനുഭവമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നത്. പീഡാനുഭവ വെള്ളിയുടെ ഏറ്റവും സമ്മോഹനമായ ദൃശ്യം ക്രൂശിതനാണ്. കുരിശിലേക്ക് നോക്കാനുള്ള, ക്രൂശിതൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഈ പീഡാനുഭവ വെള്ളി. ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. സാർവത്രിക സഭ ഫ്രാൻസിസ്കൻ ഇയറായിട്ട് ഇത് ആചരിക്കുകയാണ്. ക്രൂശിതനെ കേട്ട, കുരിശിൽ നിന്നുള്ള സ്വരം കേട്ട മനുഷ്യൻ്റെ ഓർമ്മയാണ് ഈ വർഷം നമ്മൾ ആചരിക്കുന്നത്. സാൻ ദമിയാനോയിലെ ഉപേക്ഷിക്കപ്പെട്ട ദേവാലയത്തിലെ മൂകമായി അനാഥമായി കിടന്ന കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നിശബ്ദനായി സ്നേഹപൂർവ്വം അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ കുരിശുരൂപം അയാളോട് സംസാരിക്കുകയാണ്, ഫ്രാൻസിസ്, നീ എൻ്റെ ആലയം പുതുക്കിപ്പണിയണം. നസ്രായൻ അവൻ്റെ സഭയെ നവീകരിക്കാൻ, അതിനെ വീണ്ടെടുക്കാനുള്ള ദൗത്യം അവന് കൊടുക്കുകയാണ്. ക്രൂശുരൂപം ഫ്രാൻസിസിനോട് സംസാരിക്കുന്നു. കുരിശിനെ സ്നേഹത്തോടെ നോക്കിയാൽ, ക്രൂശിതനെ സ്നേഹത്തോട് നോക്കിയാൽ അവൻ നമ്മളോട് സംസാരിക്കും എന്നുള്ളതാണ് ഇവിടെ ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ സന്ദേശം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് യേശു പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും, അവനെ നോക്കുന്നവരൊക്കെ സൗഖ്യം പ്രാപിക്കും. മുറിവേറ്റ മനുഷ്യരാണ് നമ്മളും നമ്മുടെ പരിസരങ്ങളിലുള്ളവരും. നമുക്ക് സൗഖ്യം പ്രാപിക്കാനുള്ള ജീവവൃക്ഷമാണ്, ജീവൻ്റെ ഉറവയാണ്, സൗഖ്യകാരണമാണ് കാൽവരിയിലെ കുരിശും ക്രൂശിതനും. സ്നേഹത്തോടെ ക്രൂശിതനെ നോക്കാൻ, അവൻ്റെ സൗഖ്യം പകരുന്ന സ്വരം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്. ഈ പീഡാനുഭവ വെള്ളിയാഴ്ച കുരിശിലേക്ക് നമുക്ക് നോക്കാം, ക്രൂശിതൻ്റെ സ്വരം കേൾക്കാം. അതുമാത്രമല്ല, ക്രൂശിതൻ്റെ കരസ്പർശവും അനുഭവിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം തരുന്ന ഏറ്റവും സുന്ദരമായ പാഠം. കുരിശിൽ നിന്ന്, ആണിപ്പഴുതുകളിൽ നിന്ന് വലത് കൈ ഊരിയെടുത്ത് ഫ്രാൻസിസിനെ ചേർത്തു പിടിക്കുന്ന ക്രൂശിതൻ്റെ ചിത്രം എത്രയോ വിഖ്യാതമായൊരു ചിത്രമാണ്. ക്രൂശിതൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ആത്മീയത, ആ ഒരു ഭാഗ്യമാണ് യഥാർത്ഥത്തിൽ കുരിശിൻ്റെ മുമ്പിലും ക്രൂശിതൻ്റെ മുമ്പിലും നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, സ്നേഹത്തോടെ ഉറ്റുനോക്കുമ്പോൾ നമുക്കൊക്കെയും ലഭിക്കുന്നത്. കാൽവരിയിലെ കുരിശിൽ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പരിച്ഛേദങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റട്ടെ. ഈ കുരിശിൻ്റെ വഴിയിലുടനീളം യാത്ര ചെയ്യുമ്പോൾ, കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവും പരിസരങ്ങളിലൂടെയാണ്
നമ്മുടെ അനുഭവങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ആത്മീയതയിലെ സന്തോഷങ്ങളും അതിലെ തകർച്ചകളും അതിലെ കാപട്യങ്ങളുമെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ആത്മീയതയിൽ ഒരു നവീകരണത്തിന്, വിശ്വാസത്തിലും സ്നേഹത്തിലുമുള്ള ഒരു നവീകരണത്തിന് പീഡാനുഭവ വെള്ളിയുടെ ആചരണങ്ങൾ നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഓരോ തിരിച്ചറിവുകളും ആഴമായൊരു അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കണം. വിശുദ്ധ ദിസ്മാസിനെ പോലെ വലതുവശത്ത് കിടന്ന ആ മനുഷ്യനെ നല്ല കള്ളൻ എന്ന് പറയുമ്പോഴാണ് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറയും, സ്വർഗം കൊള്ളയടിച്ചവനാണവൻ. യേശുവൻ നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണമേ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് അവൻ സ്വർഗം പറുദീസ കൊള്ളയടിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറയാനൊരു കൃപയുണ്ടായിരുന്നു എന്നുള്ളതാണ്. സർവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ലോകത്തിനു മുമ്പിൽ വിവസ്ത്രനും നിന്ദാപാത്രവുമായി കിടക്കുന്ന നസ്രായനായ യേശു ഒരു രാജാവാണെന്നും അവനൊരു രാജ്യമുണ്ടെന്നും വിശ്വസിക്കാനുള്ള കൃപയുടെ വെളിച്ചം കിട്ടിയതുകൊണ്ടാണ് വിശുദ്ധ ദിസ്മാസിന് യേശുവിനോട് പറയാൻ തോന്നിയത്, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. ആരൊക്കെയാണോ ക്രൂശിതനെ തിരിച്ചറിയുന്നത്, അവനൊരു രാജ്യമുണ്ടെന്നും രക്ഷിക്കാൻ അവന് ത്രാണിയുണ്ടെന്നും വിശ്വസിക്കുന്നത്, അവർക്കുള്ള കൃപയുടെ വചനമാണ് അവൻ നല്ല കള്ളനോട് പറയുന്നത്, നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. പീഡാനുഭവ വെള്ളി സമാപിക്കുമ്പോൾ അതിൻ്റെ ആചരണങ്ങൾക്കപ്പുറം അവൻ്റെ കൂടെ പറുദീസയിൽ കൃപയിലായിരിക്കുന്ന ഒരാത്മീയ അനുഭവമായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്നത്. ആമേൻ.